ഹലോ നമസ്കാരം. ചലഞ്ചർ ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, ഞാൻ ശരത് മനോഹർ. മറ്റൊരു IT ക്ലാസ്സിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം ഫയർമാൻ്റെ എക്സാം ഉടനെ ഉണ്ട്. അടുത്ത ആഴ്ച തന്നെ ഫയർമാൻ്റെ എക്സാം കാണും. ആ ഫയർമാൻ്റെ എക്സാമിലെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന IT ആക്ട് 2000 അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. IT ആക്ട് 2000 നിന്ന് 2 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഫയർമാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത് നമ്മുടെ IT ആക്റ്റിൽ നിന്ന്. അപ്പം IT ആക്റ്റിൽ നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഏതാണ്, IT ആക്ട് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആരംഭിക്കാം. IT ആക്ട് 2000 അല്ലേ, 2000-ലാണ് ഇന്ത്യയിൽ ഒരു IT ആക്ട് വരുന്നത്. അതിനു മുമ്പ് വരെ IT ആക്ട്, അതായത് സൈബർ ക്രൈമുകൾ അല്ലയോ, ഡിജിറ്റൽ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ ഇടങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളൊക്കെ നമ്മുടെ സാധാരണ IPC ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. IPC എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലുള്ള നിയമങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 2000-ലോടെ എന്ത് സംഭവിച്ചു? പുതിയൊരു IT ആക്ട് നമ്മൾ കൊണ്ടുവരികയും ആ IT ആക്റ്റിലെ നിയമങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ സൈബർ ക്രൈമുകൾക്കും എന്ത് ചെയ്യുന്നത്, ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നത്. അപ്പോൾ 2000-ലാണ് ഈ പറയുന്ന IT ആക്ട് വരുന്നത്. ഈ IT ആക്റ്റിൽ ഉള്ള സെക്ഷനുകൾ ഉപയോഗിച്ചാണ് ഇന്ന് നടക്കുന്ന എല്ലാ സൈബർ ക്രൈമുകളിലും നമ്മൾ ശിക്ഷകൾ വിധിക്കുകയും അല്ലെങ്കിൽ ശിക്ഷകൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇത് നിലവിൽ വന്നത് എന്നാണെന്നാണ്. IT ആക്ട് 2000 എന്ന് പറയുമ്പോൾ അറിയാം 2000-ലായിരിക്കും വന്നതെന്നറിയാം. ഏത് ദിവസവും ഏത് മാസമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് നിലവിൽ വന്നത് ഒക്ടോബർ 17, 2000-ലാണ് കേട്ടോ. ഒക്ടോബർ 17, 2000 വർഷം ഒക്ടോബർ 17-ാം തീയതിയാണ് ഈ പറയുന്ന IT ആക്ട് 2000 നിലവിൽ വരുന്നത്. ഓർത്തിരിക്കുക. ഇത് ഒരു വട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട് കേട്ടോ. 2008-ൽ ഇത് എന്ത് ചെയ്തായിരുന്നു, ഒന്ന് ഭേദഗതി ചെയ്തായിരുന്നു. കുറച്ച് വകുപ്പുകളും കൂടെ ആഡ് ചെയ്തിട്ട് 2008-ൽ ഇതൊന്ന് ഭേദഗതി ചെയ്തു. ആ ഭേദഗതി ചെയ്ത നിലവിൽ വന്ന എന്നാണ് 27 ഒക്ടോബർ 2009. കണ്ടോ, 2009-ലാണ്. അവിടെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്ക്. കാരണം എന്താ, 2008 ഭേദഗതി വന്നത് അല്ലയോ, പക്ഷേ ആ ഭേദഗതി നിലവിൽ വന്ന എന്നാണ് 2009 ഒക്ടോബർ 26. ആ ഒരു കൺഫ്യൂഷൻ മാറണം കേട്ടോ. എന്ന് വെച്ചാൽ അവിടെ ഡേറ്റ് തിരിഞ്ഞു പോരുത്. അപ്പോൾ IT ആക്ട് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിലെ എല്ലാ സൈബർ ക്രൈമുകളും ഡിഫൈൻ ചെയ്യുകയും എല്ലാ സൈബർ ക്രൈമിനും ശിക്ഷകൾ വിധിക്കുകയും ചെയ്യുന്ന നമ്മുടെ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൈബർ ഇടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന നിയമമാണ് എന്തെന്ന് പറയുന്നത് IT ആക്ട് 2000 എന്ന് പറയുന്നത്. നിലവിൽ വന്ന ഒക്ടോബർ 17, 2000-ലാണ്. ഇത് 2008-ൽ ഭേദഗതി ചെയ്തു. പക്ഷേ ഭേദഗതി നിലവിൽ വന്ന എന്നാണ് 27 ഒക്ടോബർ 2009-ലാണ് ഭേദഗതി ചെയ്യുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഇത്രയേ ഉള്ളൂ. ചില പ്രധാന സെക്ഷനുകളുണ്ട്. ആ സെക്ഷനുകളിൽ ഏതൊക്കെയാണെന്ന് പഠിക്കണം. ആ സെക്ഷനിൽ പറയുന്ന ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. അത്തരം കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത്തരം ചോദ്യങ്ങളെ വരത്തുള്ളൂ. അല്ലാതെ ഈ IT ആയിട്ടുള്ള ഡീപ്പായിട്ട് പോകുന്ന ചോദ്യങ്ങളൊന്നും നമ്മുടെ ഫയർമാൻ പരീക്ഷയ്ക്ക് വരത്തില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ഒരു ചോദിച്ച ചോദ്യമായിരുന്നു IT ആക്ട് എന്താണ്, ഈ ഇന്ത്യയുടെ സൈബർ ആക്ട് എന്നാണ് നിലവിൽ വന്നതെന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. 2000, അതോടെ ഓപ്ഷൻ വർഷം മാത്രമേ ഉള്ളായിരുന്നു. 2000, 2009 അങ്ങനെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടെ എക്സാം കുറച്ചുകൂടെ ടഫായ സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇച്ചിരി റിലവൻ്റ് ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യും, ദിവസവും കൂടെ വേണമെങ്കിൽ ചോദിച്ചെന്ന് വരാം. അപ്പം ഓർത്തിരിക്കുക, ആ ദിവസവും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചേക്കണം. പ്രധാന സെക്ഷനുകൾ അല്ലേ, IT ആക്ടിലെ പ്രധാന സെക്ഷനുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സെക്ഷനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രധാന സെക്ഷനുകളെ കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇത് കൂടാതെയുള്ള സെക്ഷനുകൾ കുറേ ഉണ്ട്. അത് നമുക്ക് അത്ര അത്യാവശ്യമില്ല. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ ഫയർമാൻ പരീക്ഷയ്ക്ക് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കാണുകയാണെങ്കിൽ 2 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. 2 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെക്ഷനുകൾ കാണും, സെക്ഷനുകൾക്ക് ഉപയോഗിക്കുന്ന ശിക്ഷകൾ കാണും. ചില പ്രത്യേകതകളുണ്ട്. ചില സെക്ഷനുകളുടെ നല്ല സാമ്യമുണ്ട്. ചില സെക്ഷനുകൾ, ആ സെക്ഷനുകൾ ഏതാണെന്ന് ഞാൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയുന്നതായിരിക്കും, കുറച്ചുകൂടെ എടുത്ത് പറയുന്നതായിരിക്കും. ചില സെക്ഷനുകൾ തമ്മിൽ നല്ല സാമ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ പറയുന്നതാണ് സെക്ഷൻ 43 കേട്ടോ. പ്രധാനപ്പെട്ട സെക്ഷനിൽ ഒന്നാണെന്ന് പറയുന്നത് സെക്ഷൻ 43 എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 43 ആണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ സെക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് സെക്ഷൻ 43 പറയുന്നത്? ഓക്കെ, കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ പിഴയും നഷ്ടപരിഹാരവും. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ കമ്പ്യൂട്ടറിനകത്തുള്ള ഡോക്യുമെന്റുകൾക്കോ കമ്പ്യൂട്ടറിനകത്തുള്ള ഫയലുകളോ എന്തെങ്കിലും നശിപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ പറയുന്ന സെക്ഷനാണ് 43 എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ഫയലുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫയലിൽ മറ്റൊരാളല്ലേ, നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫയൽ മറ്റൊരാൾ കയറി എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നു അല്ലയോ, അതിനകത്ത് കൃത്രിമത്വം കാണിക്കുന്നു അല്ലേ, നമ്മുടെ ഫയൽ അല്ലേ, നമ്മൾ ചെയ്തേക്കുന്ന രേഖകളൊക്കെ മാറ്റുന്നു, അല്ലെ നമ്മുടെ ആവശ്യമുള്ളൊരു നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്ത് കളയുന്നു, അല്ലെ നമ്മുടെ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾക്ക് കേടുപാട് വരുത്തുന്നു അല്ലയോ. ഇതെല്ലാം ഏത് വകുപ്പിൽ വരും?
സെക്ഷൻ 43 വരുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ ഉപകരണങ്ങൾക്ക് കേടുപാട് വരുത്തിയാലോ കമ്പ്യൂട്ടറിനകത്തുള്ള ഡേറ്റയ്ക്ക് കേടുപാട് വരുത്തിയാലോ എന്ത് വന്നാലും ഏത് സെക്ഷനിൽ വരും? 43. അപ്പോൾ അതുമായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് നമ്മൾ വൈറസ് എന്ന് കേട്ടിട്ടില്ലയോ? വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിനെ ബാധിക്കുന്ന ചില ഇല്ലയോ ദോഷകരമായിട്ടുള്ള പ്രോഗ്രാമുകളെ വിളിക്കുന്ന പേരാണ് വൈറസ് എന്ന് പറയുന്നത് ഇല്ലയോ? വൈറസ് എന്താണ്? ഒരു മാൽവെയർ ആണ്. മാൽവെയറിന് ഉദാഹരണമാണ് വൈറസ്. മാൽവെയർ അറിയാമല്ലോ, മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട് ഫോം ആണ് മാൽവെയർ എന്ന് പറയുന്നത്. ആ മാൽവെയറിന് ഒരു ഉദാഹരണമാണ് വൈറസ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് കയറി കമ്പ്യൂട്ടർ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് വൈറസ് എന്ന് പറയുന്നത്. ഈ വൈറസ് ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏത് സെക്ഷന് കീഴിൽ വരും? സെക്ഷൻ 43 കീഴിൽ വരും. ഓർത്തിരിക്കുക, വൈറസ് പോലെയുള്ള മാൽവെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഏത് സെക്ഷൻ്റെ കീഴിലാണ് വരുന്നത്? സെക്ഷൻ 43 കീഴിലാണ് വരുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് വൈറസ് ഉപയോഗിച്ച് ഒരാൾ എന്ത് ചെയ്തു? മറ്റൊരാളുടെ കമ്പ്യൂട്ടർ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് IT ആക്ടിലെ ഏത് സെക്ഷൻ്റെ കീഴിലാണ് വരുന്നത്? കുറേ ഓപ്ഷൻ കാണും. ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? സെക്ഷൻ 43 കീഴിലാണ് വരുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി സെക്ഷൻ 43ക്ക് സിമിലർ ആയിട്ടുള്ള മറ്റൊരു സെക്ഷൻ ഉണ്ട്, 65 എന്ന് പറയും. അത് ഞാൻ സെക്ഷൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാം. ഓക്കെ, അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് എത്തും. അപ്പോൾ അത് പറയുമ്പോൾ ഇതൊന്നുകൂടെ ഞാൻ പറയാം. ഓക്കെ, ഇനി അടുത്ത ശിക്ഷ എന്താ? ശിക്ഷാ നടപടികളേക്കാൾ പ്രാധാന്യം നഷ്ടപരിഹാരത്തിനാണ്. ഇവിടെ ശിക്ഷ അല്ലേ, അതായത് നമ്മുടെ എന്താണ് ജയിൽ അയക്കോ അങ്ങനെയുള്ള ശിക്ഷകളേക്കാൾ കൂടുതൽ പ്രാധാന്യം എന്താ? അങ്ങനെയുള്ള ശിക്ഷകൾ ഇല്ല ഇതിനകത്ത് കേട്ടോ. ഇതിനകത്തുള്ള കൂടുതൽ ശിക്ഷ എന്താ? നഷ്ടപരിഹാരമാണ്. ഓർത്തിരിക്കുക, നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉപകരണങ്ങൾക്കോ എന്തെങ്കിലും കേടുപാട് വരുത്തിയാൽ നമുക്ക് എന്ത് നഷ്ടമാണോ ഉണ്ടാകുന്നത് ആ നഷ്ടം തരാൻ ആര് ബാധ്യസ്ഥരാ? അത് ചെയ്ത ആൾ ബാധ്യസ്ഥരാ. അതായത് ഒരാൾ നശിപ്പിക്കുകയാണെങ്കിൽ അയാൾ നമുക്ക് എത്ര നഷ്ടം ഉണ്ടായോ അത് തരണം, നഷ്ടപരിഹാരം തരണം. മുമ്പ് ഇത് 1 കോടി വരെയൊക്കെ ആയിരുന്നു കേട്ടോ. എത്രയാണ്? 1 കോടി വരെയാണ് നഷ്ടപരിഹാരം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറി കേട്ടോ. ഇപ്പോൾ 1 കോടിയല്ല, ഇപ്പം ലിമിറ്റ് ഇല്ല. എത്രയാണോ നമുക്കുള്ള നഷ്ടം ആ നഷ്ടമായിരിക്കും നമ്മൾ പറയുന്നത്. ഇവിടെ എന്തില്ല? ലിമിറ്റ് ഇല്ല. പണ്ട് ലിമിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ എന്തില്ല? ലിമിറ്റ് ഇല്ല. മുമ്പ് 1 കോടി ലിമിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം ലിമിറ്റ് ഇല്ല. എത്രയാണോ നമ്മുടെ നഷ്ടം ആ നഷ്ടം അവർ നികത്തി തന്നേ പറ്റൂ. ആരാ? ഈ നശിപ്പിച്ച ആൾ. ആ നഷ്ടം നമുക്ക് നികത്തി തന്നേ പറ്റൂ. ഓക്കെ, ഇതാണ് സെക്ഷൻ 43 ഒന്നാമത്തെ സെക്ഷൻ. ഓക്കെ, സെക്ഷൻ വ്യക്തമായല്ലോ. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. രണ്ടാമത്തെ സെക്ഷനാണ് സെക്ഷൻ 43. ഓർത്തിരിക്കുക, സെക്ഷൻ 43 പറഞ്ഞു. ഇത് 43A ആണ് കേട്ടോ. സെക്ഷൻ 43A എന്ന് പറയും. രണ്ടാമത്തെ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഡേറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് നഷ്ടപരിഹാരം. എന്തുവാ? നമ്മുടെ ഡേറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് നഷ്ടപരിഹാരം നമുക്ക് തരണം. അതുമായി ബന്ധപ്പെട്ട വകുപ്പാ. അപ്പം ഡേറ്റ സംരക്ഷിക്കുന്നത് ആരാ? ഡേറ്റ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള, ഇവിടെ പറയുന്ന ഒരു പ്രത്യേകത, ഇവിടെ കോർപ്പറേറ്റ് കമ്പനികളെ കുറിച്ചാണ് പറയുന്നത്. ആരെ കുറിച്ചാ? കോർപ്പറേറ്റ് കമ്പനികളെ കുറിച്ച് കേട്ടോ. കോർപ്പറേറ്റ് കമ്പനികളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. വലിയ വലിയ കമ്പനികൾ ഇല്ലയോ, ഒരുപാട് കമ്പനികളില്ലേ ഇവിടെ. നമ്മുടെ ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് ആയാലും ശരി, വാട്സപ്പ് ആയാലും ശരി, അവർക്കെല്ലാം നമ്മുടെ ആയിട്ടുള്ള ഡേറ്റകൾ അവരുടെ കയ്യിലുണ്ട്. ആ ഡേറ്റകൾ സംരക്ഷിച്ച് വെക്കാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലേ. അത് സംരക്ഷിച്ച് വെക്കാതെ അത് എന്ത് ചെയ്യുന്നു? അവരെ കയ്യിൽ നിന്ന് പുറത്തു പോകുന്നു. ആ ഡേറ്റ അവരെ നഷ്ടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ ഡേറ്റ അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നു ഇല്ലേ. മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? ആ ഡേറ്റ പുറത്താക്കുന്നു ഇല്ലേ. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ പുറത്താക്കുന്നു. അങ്ങനെ പുറത്താക്കിയാൽ നമുക്ക് ദോഷം ഉണ്ടാവും, നമുക്ക് മാനനഷ്ടം ഉണ്ടാവും അല്ലയോ. അപ്പോൾ ആ മാനനഷ്ടത്തിന് അതിന് നഷ്ടപരിഹാരം തരാൻ അവർ ബാധ്യസ്ഥരാണ്. എന്ത് തരാനാ? നഷ്ടപരിഹാരം. അപ്പോൾ 43A പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റകൾ എന്തെങ്കിലും അത് സംരക്ഷിച്ച് വെക്കാൻ അവകാശപ്പെട്ട കമ്പനികൾ എന്ത് ചെയ്യുന്നു? അത് പുറത്തു വിടുന്നു, അല്ലെങ്കിൽ അത് അവർ പുറത്തു വിട്ട് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നു. ക്ലിയർ ആയല്ലോ? അതായത് കോർപ്പറേറ്റ് കമ്പനികളായിട്ടുള്ള വാട്സപ്പ് ആവട്ടെ, ഗൂഗിൾ ആട്ടെ, ഇവരിലൊക്കെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടല്ലേ. ഇത് അവർ എന്ത് ചെയ്യണം? അവർ എന്തിന് ബാധ്യസ്ഥരാ? ഇത് മറ്റാരും കാണാതെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സംരക്ഷിച്ച് വെക്കാൻ അവർ ബാധ്യസ്ഥരാ. അവരെന്ത് ചെയ്യുന്നു? അത് സംരക്ഷിക്കാതെ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പം നമുക്ക് നഷ്ടപരിഹാരം കിട്ടാം. ഇവിടെ എന്താണ് 43 പറഞ്ഞ കണക്ക് ഇവിടെ ശിക്ഷാ നടപടിയേക്കാൾ പ്രധാനം എന്തുവാ? നഷ്ടപരിഹാരത്തിനാണ് അല്ലേ. നമ്മൾ നഷ്ടപരിഹാരം നമുക്ക് കിട്ടണം. ഇവിടെ ലിമിറ്റ് ഇല്ല. എന്താണോ എത്രയാണോ നമുക്ക് നഷ്ടം ഉണ്ടാകുന്നത് അതിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം തരണം. ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റകളൊക്കെ സൂക്ഷിക്കാൻ അവകാശപ്പെട്ട കമ്പനികൾ എന്ത് ചെയ്യുന്നു? അത് പുറത്താക്കിയാൽ അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 43A. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോകുന്നു. സെക്ഷൻ്റെ പേരെന്താണ്? സെക്ഷൻ 65. ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ 43യുമായിട്ടൊരു ബന്ധമുള്ള സെക്ഷനാണ്. സെക്ഷൻ 43യുമായിട്ട് ബന്ധമുള്ള സെക്ഷൻ എന്ന് പറഞ്ഞില്ലയോ സെക്ഷൻ 65. എന്താണ് പറയുന്നത്? കമ്പ്യൂട്ടർ ഉറവിട രേഖകൾ കൃത്രിമമാക്കൽ. എന്താണ്? കമ്പ്യൂട്ടർ ഉറവിട രേഖ. എന്താണ് കമ്പ്യൂട്ടർ ഉറവിട രേഖകൾ? ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞാൽ കറക്റ്റ് ആവും. എന്താണ്? സോഴ്സ് കോഡ്. കമ്പ്യൂട്ടറിന്റെ സോഴ്സ് കോഡിൽ മാറ്റം വരുത്തുക കേട്ടോ. ഇതാണ് ആ രണ്ട്. അതായത് 43ഉം 65 തമ്മിൽ ഒരേ ഒരു വ്യത്യാസം എന്തുവാ? ഇവിടെ എന്താ? കമ്പ്യൂട്ടറിന്റെ സോഴ്സ് കോഡിൽ മാറ്റം വരുത്തുക. എന്താ സോഴ്സ് കോഡ്? കമ്പ്യൂട്ടറിനുള്ളിലെ പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്തുക.
കമ്പ്യൂട്ടറിനകത്ത് ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാണ്, ആപ്ലിക്കേഷൻസ് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാണ്. ആ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നതിനനുസരിച്ചാണ് അതൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അതിന്റെ പ്രോഗ്രാമിന് എന്തെങ്കിലും മാറ്റം വരുത്തുക, കമ്പ്യൂട്ടറിനകത്തുള്ള ഓരോ ആപ്ലിക്കേഷന്റെയും ഓരോ സാധനത്തിന്റെയും സിസ്റ്റത്തിന്റെയും പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്തുക, അതായത് സോഴ്സ് കോഡിൽ മാറ്റം വരുത്തുക. അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ എന്തുവാണ് പ്രശ്നം ഉണ്ടാവുന്നത്? കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം മൊത്തത്തിൽ അവതാളത്തിലാവില്ലയോ? അതിനകത്തൊരു ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്ന കാണോ, അല്ല അതിനകത്തൊരു ഡേറ്റയിൽ മാറ്റം വരുന്ന കാണോ, അല്ല അതിനകത്തൊരു ഫയലിൽ മാറ്റം വരുന്ന കാണോ? അല്ല, കമ്പ്യൂട്ടറിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിൽ എന്ത് ചെയ്യും? പ്രശ്നം വരും. അത് മൊത്തം താറുമാറാവും. അതിനെതിരെയുള്ള സെക്ഷനാണ് എന്തെന്ന് പറയുന്നത് 65. അപ്പോൾ 43 തമ്മിലുള്ള വ്യത്യാസം എന്താ? 43 ജസ്റ്റ് അതിനകത്തുള്ള ഫയലുകൾക്ക് മാറ്റം വരുത്തുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുക? നശിപ്പിക്കുക, കമ്പ്യൂട്ടറിലെ ഉപകരണങ്ങൾ നശിപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് എന്ത്? 43. എന്നാൽ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിന്റെ പ്രോഗ്രാമിൽ മാറ്റം വരുത്തുക, സോഴ്സ് കോഡിൽ മാറ്റം വരുത്തുക, കമ്പ്യൂട്ടറിന്റെ മൊത്തത്തിലുള്ള അതിന്റെ പ്രവർത്തനം തന്നെ എന്ത് ചെയ്യുക? മാറ്റം വരുത്തുക. അതിനെതിരെയുള്ള ശിക്ഷയാണ് എന്ത്? 65. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാ. മറ്റേ ജസ്റ്റ് എന്താണ്, ഇച്ചിരി കൂടെ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞ ക്രൈമാണ് ഇവിടെ വരുന്നത്, 43 വരുന്നത് കേട്ടോ. എന്നാൽ ഇന്റൻസിറ്റി കൂടിയ ക്രൈമാണ് ഇവിടെ 65 വരുന്നത്. ഓക്കെ, വൈറസ് ആക്ട് ചെയ്യുന്നതും ഇവിടെ വരും കേട്ടോ. വൈറസ് ഉപയോഗിച്ച് നമുക്ക് സോഴ്സ് കോഡുകൾ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അപ്പോൾ ചോദിക്കാം, ഇത് വൈറസ് ഉപയോഗിക്കുന്നതെന്ന് ഏതായിരിക്കും ഉത്തരം സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അതായത് 65 സെക്ഷൻ വൈറസ് ഉപയോഗിച്ച് പ്രോഗ്രാമിൽ മാറ്റം വരുന്നതും 65 വരും. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, വൈറസ് ഉപയോഗിക്കുമ്പോൾ ഏത് സെക്ഷൻ വരും ഇല്ലയോ? ഉറപ്പായിട്ടും വൈറസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, വൈറസ് ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടർ നശിപ്പിക്കുന്നു, അത് ഏത് സെക്ഷൻ വരുവാന്നൊരു ചോദ്യം വന്നാൽ ഉറപ്പായിട്ടും ഈ 43, 65 ഓപ്ഷനിൽ കാണത്തില്ല. എന്ന് വെച്ചാൽ രണ്ട് ഓപ്ഷനും ഒരുമിച്ച് വരത്തില്ല. ഒന്നുകിൽ 43 കാണും, അല്ലെങ്കിൽ 65 കാണും. ഏതെങ്കിലും ഒരു ഓപ്ഷനെ കാണത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാം. ഓർത്തിരിക്കുക. അപ്പോൾ ഈ 43ഉം 65ഉം കൂടെ ഒരൊറ്റ ഓപ്ഷനകത്ത് വരത്തില്ല. വൈറസ് ആക്ട് ചെയ്ത്, അതായത് വൈറസ് ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടർ നശിപ്പിക്കുകയാണെന്ന് പറയുന്നു ചോദ്യത്തിൽ. എന്നിട്ട് എന്ത് പറയുന്നു? ഇതിൽ താഴെ പറയുന്ന ഏത് സെക്ഷനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒരു ഓപ്ഷനെ കാണത്തുള്ളൂ, നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഇത് തമ്മിലുള്ള സിമിലാരിറ്റി പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ഡിഫറൻസ് എന്താണ്? ഇവിടെ മെയിൻ പ്രോഗ്രാമിൽ മാറ്റം വരുന്നു, അവിടെ കമ്പ്യൂട്ടർ ഫയലുകളിൽ മാറ്റം വരുന്നു. ഓക്കെ, ഇനി ഇവിടെ എന്തോ ശിക്ഷ? ഞാൻ പറഞ്ഞില്ല, ഇത് കുറച്ചും കൂടെ ഇന്റൻസിറ്റി കൂടിയ ഒരു ക്രൈമാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താ ഇവിടെ ശിക്ഷ? ഇവിടെ ശിക്ഷ ഒന്നേ ഉള്ളൂ, എന്തുവാ? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ, അല്ലെങ്കിൽ രണ്ടും കൂടിയോ കൊടുക്കാം. അപ്പോൾ ശിക്ഷ ഓർത്തിരിക്കുക, എന്തുവാ? ഒന്നുകിൽ 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ. അതായത് സെക്ഷൻ 65നാണ് ഈ ശിക്ഷ. സെക്ഷൻ 43 ഈ ശിക്ഷയില്ല. എന്തുവാ? നഷ്ടപരിഹാരം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഇന്റൻസിറ്റി കുറഞ്ഞതാ. എന്നാൽ ഇത് കുറച്ചുകൂടെ ഇന്റൻസിറ്റി കൂടിയ ശിക്ഷ അല്ല, കുറ്റമായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? 3 വർഷം വരെ തടവും കൊടുക്കും, 2 ലക്ഷം രൂപ പിഴയും കൊടുക്കാം, ഇല്ലയോ? അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ 65ന്റെ ആ ഒരു ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? ആ ഒരു സെക്ഷനും പഠിക്കണം, സെക്ഷൻ എന്തിനെ കുറിച്ച് പറയുന്നത്, എന്ത് ക്രൈമിനെ കുറിച്ചാണ് സെക്ഷൻ പറയുന്നതെന്നും പഠിക്കണം, അതിനുള്ള ശിക്ഷ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ക്ലാസ് നിങ്ങൾ മൊത്തം കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ 2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. 2 മാർക്ക് ഷുവർ ക്വസ്റ്റ്യനാണ്. അതായത് ഈ സ്പെഷ്യൽ ടോപ്പിക്കിലെ IT ആക്ട് 2 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഈ ഒരൊറ്റ ക്ലാസ് കണ്ടുകൊണ്ട് പോയാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ബാക്കി അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ 66. ഓക്കെ, നമ്മൾ 65 കഴിഞ്ഞു. ഇനി അടുത്ത ഏതാ? 66. എന്താണ്? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞാലും ഇവിടെ പറയുന്ന എന്തിനെ കുറിച്ചുള്ളതെന്ന് അറിയാമോ? ഹാക്കിങ്ങിനെ കുറിച്ചാണ്. ഓർത്തിരിക്കുക, ഹാക്കിങ്ങിനെ കുറിച്ച്. 66 മെയിനായിട്ട് പറഞ്ഞത് ഇതിനെ കുറിച്ചാണ്, കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അറിയാലോ കമ്പ്യൂട്ടർ ഹാക്കിംഗ് എന്താണ്? എന്താണ് ഹാക്കിങ്? നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറുന്ന പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണെന്ത്? ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, നമ്മുടെ അനുവാദമില്ലാതെ എന്ത് ചെയ്യുന്നു? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറുന്നു, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു കുറ്റമാണ്, ക്രൈമാണ്. കാരണം നമ്മുടെ അനുവാദം ഇല്ലാതാണ് കമ്പ്യൂട്ടർ കയറില്ലേ? അനുവാദം ഇല്ലാതെ കമ്പ്യൂട്ടറിലേക്ക് കയറി കമ്പ്യൂട്ടറിലെ ഡേറ്റകൾ നശിപ്പിക്കാം, ഇല്ലയോ? കമ്പ്യൂട്ടറിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഡേറ്റകൾ എടുത്തുകൊണ്ട് പോകാം, ഇല്ലേ? അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട സൈബർ ക്രൈമുകൾ വരുന്നത് എവിടെയാണ്? സെക്ഷൻ 65ലാണ്. അപ്പോൾ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഹാക്കിംഗ് എന്ന് പറയുന്നത് 3 തരമുണ്ട് കേട്ടോടെ. 3 തരം ഹാക്കിംഗ് ഉണ്ട്. ഒന്ന് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്. ഒന്നാമത്തേതാണ് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് കേട്ടോ. ഒന്നാമത്തത് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറുന്നു, പക്ഷേ അത് ഒരു ദോഷകരമായിട്ടുള്ള ഇൻറ്റൻഷനോടുകൂടി, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറെ നശിപ്പിക്കണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി അല്ല വരുന്നത്, ഇല്ലയോ? നമ്മുടെ കമ്പ്യൂട്ടറിനെ നശിപ്പിക്കണം എന്നുള്ള ഇൻറ്റൻഷനോടെ അല്ല. ആ കയറുന്ന ഇൻറ്റൻഷൻ, അതായത് ഒരു കമ്പ്യൂട്ടറിലേക്ക് അതിക്രമിച്ച് കയറുന്ന ഇൻറ്റൻഷൻ എന്താണ്? നല്ലതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പോലീസുകാർ, ഇല്ലയോ? പോലീസുകാർ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കമ്പ്യൂട്ടറിലേക്കൊക്കെ ഹാക്ക് ചെയ്ത് കയറി അവർക്ക് എടുക്കേണ്ടി വരും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ മറ്റൊരാളുടെ, അല്ലെങ്കിൽ ഒരു ക്രിമിനലിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഹാക്ക് ചെയ്ത് കയറിയിട്ട് അയാൾ എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യുന്നത് പോലീസുകാർക്ക് നോക്കേണ്ടി വരും, ഇല്ലയോ? അതൊക്കെ എന്താണ്? വൈറ്റ് ഹാറ്റ് ഹാക്കിങ്ങിനകത്ത് വരും. ഇതിന് മറ്റൊരു പേരുണ്ട്, എത്തിക്കൽ ഹാക്കിംഗ്. ഇതെന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പരീക്ഷയ്ക്ക് ഒരു വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫയർമാൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. എന്ത്? ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഇത് ചോദിച്ചിട്ട് താഴെ പറയുന്ന ഏത് ഹാക്കറാണ് ഇതിനകത്ത് വരുന്നതെന്ന് ചോദിച്ചായിരുന്നു.
അതായത് കുറച്ച് കാര്യം, അതായത് ഒരാൾ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറുന്നു, അയാൾ ദോഷം ഉണ്ടാക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന ഏത് ടൈപ്പ് ഹാക്കിംഗ് ആണ് ഈ വരുന്നതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഒന്നാമത്തെ ഹാക്കിംഗ് ആണ് എന്ത്, വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്. അത് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയും. മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കാതെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറി വിവരങ്ങൾ നോക്കുന്നതിനെയാണ് വിളിക്കുന്നത് ഈ പറയുന്നത്. ഇനി അടുത്ത ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് ഉണ്ട്. രണ്ടാമത്തെയാണ് എന്ത്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്ന് വെച്ചാൽ സൈബർ ക്രൈമുകളാണ്. അതായത് ഒരാളെ ദ്രോഹിക്കണം, ഒരാളെ നശിപ്പിക്കണം, ഒരാളുടെ കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടി, എന്നൊരു ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിലേക്ക് കടക്കുകയും കമ്പ്യൂട്ടറിലെ രേഖകളെല്ലാം എന്ത് ചെയ്യും, നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഹാക്കിംഗ് ആണെന്ത്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ്. ഇനി ഒരെണ്ണോടുണ്ട്, ഏതാ, ഗ്രേ ഹാറ്റ് ഹാക്കിംഗ്. ഓക്കെ, ഗ്രേ ഹാറ്റ് ഹാക്കിംഗ്. മൂന്നാമത്തെയാണ് ഗ്രേ ഹാറ്റ് ഹാക്കിംഗ്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പം വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ്, ഗ്രേ ഹാറ്റ് ഹാക്കിംഗ്. എന്താ ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നല്ല ഉദ്ദേശത്തോടെയാണ് കയറുന്നത്, പക്ഷേ കമ്പ്യൂട്ടറിലേക്ക് അതിക്രമിച്ച് കയറുക എന്ന് പറയുന്നത് എന്താണ്, ഒരു ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അയാൾ അനുവാദമില്ലാതൊക്കെ അകത്തേക്ക് കയറുന്നു, അയാളുടെ ഫയലുകൾ നോക്കുന്നു, പക്ഷേ അയാൾക്ക് വലിയ ദോഷങ്ങളൊന്നും വരുന്നില്ല. അതായത് ഈ പറയുന്ന വൈറ്റ് ഹാക്കിങ്ങിൻ്റെയും ബ്ലാക്ക് ഹാക്കിങ്ങിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ടൈമാണ് എന്ത്, ഗ്രേ ഹാറ്റ് ഹാക്കിംഗ്. എന്ന് വെച്ചാൽ അയാൾക്ക് ദോഷം ഉണ്ടാക്കുന്നില്ല, എന്നാൽ അയാൾ അതിനകത്ത് കയറിയിൽ മാറ്റങ്ങൾ വരുത്തുന്നു. വലിയ ദോഷങ്ങളില്ല, ചെറിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, ഗ്രേ. അപ്പം 3 തരം ഹാക്കിംഗ് ഉണ്ട്. വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ്, ഗ്രേ ഹാറ്റ് ഹാക്കിംഗ്. ഓർത്തിരിക്കുക. ഈ വൈറ്റ് ഹാറ്റ് ഹാക്കിങ്ങിനെയാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്, 66. ഏതാണ്, 66 ആണ് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട IT-യിലെ സെക്ഷൻ. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. ഈ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട ഭാഗം വളരെ അധികം ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ചോദിക്കും, ഹാക്കിങ്ങുമായി എത്ര തരം ഉണ്ടെന്ന് ചോദിക്കും. ഇനി അതിൻ്റെ ശിക്ഷ എന്താ, ശിക്ഷ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപയും, ഇല്ലെങ്കിൽ രണ്ടും കൂടെ തരാം. എന്താണ് ശിക്ഷ, 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ പിഴയും, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കാം. ഓക്കെ, ഓർത്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന എന്ത്, സൈബർ ക്രൈം ആയിട്ടുള്ള സെക്ഷൻ 66 ആയിട്ടുള്ള ഹാക്കിങ്ങിൻ്റെ ശിക്ഷാ നടപടികളും ഹാക്കിംഗ് എന്താണെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പരീക്ഷ മിക്കവാറും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് 66 എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും, അല്ലെങ്കിൽ രണ്ടും കൂടെ. അടുത്ത നമ്മൾ എങ്ങോട്ട് പോകുന്നു, അടുത്ത സെക്ഷൻ ഏതാണ്, സെക്ഷൻ 66B. അപ്പം ചോദിക്കാം 66A എവിടെ പോയി സാറേ എന്ന്, ഇല്ലയോ. 66 നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, 66Bയിലേക്കാ. ചോദിക്കും എ എവിടെ പോയത്. എന്താ എ എന്ന് പറയുന്നത്, ഒഴിവാക്കിയ, നമ്മുടെ സുപ്രീം കോർട്ട് എന്ത് ചെയ്തതാണ്, ഒഴിവാക്കിയ വകുപ്പാണ് എന്തെന്ന് പറയുന്നത്, 66A കേട്ടോ. 2015 സുപ്രീം കോടതി എന്ത് ചെയ്തു, ഈ വകുപ്പ് ഒഴിവാക്കുകയുണ്ടായി. 2015 ഒഴിവാക്കി കേട്ടോ സുപ്രീം കോടതി. എന്തുകൊണ്ടാ ഈ വകുപ്പ് എന്തിനെ കുറിച്ച് പറയുന്നു, ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഒഫൻസീവ് മെസ്സേജുകൾ അയക്കുന്നതിനെ കുറിച്ച്. ഒഫൻസീവായ മെസ്സേജ് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക്, അല്ലേ, നമുക്ക് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കുന്നതോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹരാസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ കളിയാക്കുന്നതോ, അല്ലെങ്കിൽ അയാൾക്ക് ദോഷം ഉണ്ടാക്കുന്നതോ, അല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ അയക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, ഈ പറയുന്ന 66A എന്നുള്ള വകുപ്പ് ഉപയോഗിക്കുന്നത്. അത് ഒഴിവാക്കി. കാര്യം എന്താണെന്നറിയാമോ, കാരണം നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ സൈറ്റിൽ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏത് കമൻറ്റും വായിക്കുന്ന ആൾക്ക് എന്തായിട്ട് എടുക്കാം, ദോഷമായിട്ട് എടുക്കാം. അപ്പോൾ അയാൾക്ക് അതിൻ്റെ പേര് എന്ത് ചെയ്യാം, കേസിന് പോകാം. അപ്പം അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാവും, നമുക്കൊന്നും പറയാൻ പറ്റാതാവും, ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരും. അതായത് ഭരണഘടനയുടെ ഇല്ലയോ പല വകുപ്പുകൾ വഴി അത് തെറ്റായിട്ട് മാറും. നമുക്ക് സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാനുള്ള, അതിനെതിരെ മാറുന്ന വകുപ്പാണിത്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഒഴിവാക്കി. ഓർത്തിരിക്കുക, ഈ വകുപ്പ് അന്നേരം നമുക്ക് എവിടെ ഇല്ല, ഇപ്പോൾ ഇവിടെ നമുക്ക് ആ വകുപ്പില്ല. ഓർത്തിരിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത എങ്ങോട്ടാണ് പോകുന്നത്, അടുത്ത സെക്ഷൻ 66B അല്ലയോ. എന്താണ് ബി, മോഷ്ടിച്ച കമ്പ്യൂട്ടർ ഉറവിടമോ ആശയവിനിമയ ഉപകരണങ്ങളോ സത്യസന്ധതയില്ലാതെ സ്വീകരിക്കുന്നതിനുള്ള ശിക്ഷ. 66B എന്തോടെ പറയുന്നത്, കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഡേറ്റ എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വന്നാൽ, അത് നമ്മൾ എടുത്താൽ, നമ്മൾ എന്ത് ചെയ്യാൽ, മേടിച്ചു കഴിഞ്ഞാൽ, അത് മോഷ്ടിച്ച കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷയാണ് എന്ത്, 66Bയിൽ പറയുന്നത്. വെച്ചാൽ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല. ഒരു കാര്യം മോഷ്ടിച്ചുകൊണ്ട് എന്ത് കാര്യം എടുത്താലും നമ്മൾ കേസിൽ പോകില്ലേ, നമ്മൾ അകത്താവും. പക്ഷേ ഇവിടെ സ്പെസിഫിക്കായി എന്ത് പറയുന്നത്, എന്തുവാ, IT നിയമം ആയതുകൊണ്ട് പ്രത്യേകം പറയുന്നു, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിജിറ്റലുമായി ബന്ധപ്പെട്ട ഏത് ഉപകരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വന്നത് നമ്മൾ മേടിച്ച് വെച്ചാലും നമ്മളും കുറ്റക്കാരനാണ്. മോഷ്ടിച്ച ആൾ മാത്രമല്ല കുറ്റക്കാരൻ, അത് മേടിച്ച് വെച്ചാൽ നമ്മളും എന്താണ്, കുറ്റക്കാരനാണ്. ഇതാണ് എവിടെ പറയുന്നത്, സെക്ഷൻ 66Bയിൽ പറയുന്നത്. എന്താ ശിക്ഷ, 3 വർഷം വരെ തടവ്. എത്ര വർഷം, 3 വർഷം വരെ തടവ് കൊടുക്കാം. ഓർത്തിരിക്കുക. പിന്നെ എന്തുവാണ്, 1 ലക്ഷം രൂപ പിഴ. എന്താണ്, 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ എന്ത് ചെയ്യും, പിഴയും കിട്ടും. ഇത് കൂടാതെ എന്തുവാ, രണ്ടും കൂടെ കിട്ടും. എന്തുവാ,
ശിക്ഷയും കിട്ടും, പിഴയും കിട്ടും. ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വകുപ്പാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന 66B എന്ന് പറയുന്ന വകുപ്പ്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ ഓരോരോ വകുപ്പിലേക്ക് അടുത്തത് പോകട്ടോ. ഇനി കുറച്ച് വകുപ്പുകളുണ്ട് കേട്ടോ. നല്ല എന്താണ്, നമ്മൾ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് വകുപ്പുകളെല്ലാം പറയുന്നത്. ഈ ഒരൊറ്റ ക്ലാസ് കണ്ടുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് മാക്സിമം 2 മാർക്ക് ഉറപ്പാണ് കേട്ടോ. 2 മാർക്കിനെ ഇനി ചോദിക്കത്തുള്ളൂ. 2 മാർക്ക് ഷുവറായിട്ട് കിട്ടും. ഈ ക്ലാസ് മാത്രം കണ്ടുകൊണ്ട് പോയാൽ മതി. ഓക്കെ, അടുത്ത സെക്ഷൻ ഏതാണ്? സെക്ഷൻ 66C ഇല്ലയോ? ബി കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? 66C. എന്താണ്? ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. അതായത് ഐഡന്റിറ്റി തെഫ്റ്റ്, ഐഡന്റിറ്റി മോഷ്ടിക്കുക അല്ലയോ? എൻ്റെ ഐഡന്റിറ്റി മോഷ്ടിച്ച് എന്ത് ചെയ്യുന്നു? വേറെ ആൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഞാനാണെന്ന വ്യാജേന എന്ത് ചെയ്യുന്നു? മറ്റുള്ള ആൾക്കാർ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് എന്ത്? 66. നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ATM കാർഡ്, എൻ്റെ ATM കാർഡ് ഉപയോഗിച്ച് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? പൈസ വിഡ്രോ ചെയ്യുന്നു. എൻ്റെ ATM കാർഡ് ഉപയോഗിച്ച് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? പൈസ വിഡ്രോ ചെയ്യുന്നു. അത് എൻ്റെ ഐഡന്റിറ്റി മോഷ്ടിച്ചാണല്ലോ അയാൾ ചെയ്യുന്നത്. സോ അതൊക്കെ ഏതിനകത്ത് വരും? ഈ പറയുന്ന 66C വരും. അതുകൂടാതെ എൻ്റെ പാസ്വേഡ് ഉപയോഗിച്ചില്ലേ, എൻ്റെ പാസ്വേഡ് ഞാൻ അറിയാതെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? എൻ്റെ പല അക്കൗണ്ടുകളിലും എൻ്റെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ കയറുന്നു. ഓർത്തിരിക്കുക, എൻ്റെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ പല അക്കൗണ്ടുകളിലും കയറുന്നു. ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പൈസ എടുക്കുന്നു. അതായത് എൻ്റെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? പൈസ എടുക്കുന്നു. എൻ്റെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം എവിടെ വരുന്നതാണ്? ഇതെല്ലാം 66C വരുന്നതാണ്. ഓക്കെ, എല്ലാം എവിടെ വരുന്ന? 66C മാത്രമല്ല, ഈ ഒരു സാധനം പ്രത്യേകതയുണ്ട്, 66D കൂടെ ഉൾപ്പെടും കേട്ടോ. ഈ ക്രൈമുകളെല്ലാം എവിടെ വരും? 66. ഈ ക്രൈമുകളെല്ലാം ശിക്ഷ വിധിക്കുന്ന 66C 66D വെച്ചിട്ടാണ്. പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ മോഷണം നടത്തി, അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നത് ഏത് വകുപ്പ് വരും സാറേ? 66C 66D വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഒരിക്കലും അങ്ങനെ ഓപ്ഷൻ വരത്തില്ല. ഓക്കെ, ഓർത്തിരിക്കുക, ഒരിക്കലും അങ്ങനെ ഓപ്ഷൻ വരത്തില്ല. ATM കാർഡ് ഉപയോഗിച്ച് ഒരാൾ മോഷണം നടത്തി, അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന ഏതുമായി ബന്ധപ്പെട്ടാണ് ആ കുറ്റം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഓപ്ഷൻ 66C കാണും അതിനകത്ത്, അല്ലെങ്കിൽ ഓപ്ഷൻ 66D കാണും. രണ്ടും കൂടെ ഒരു ഓപ്ഷൻ ഒരിക്കലും കാണുന്നത്. കാരണം എന്താ? ഈ 2 വകുപ്പും അതിനകത്ത് വരുന്നതാണ്. രണ്ടും കൂടെ വന്നാൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും, ക്വസ്റ്റ്യൻ തെറ്റാ. ഓക്കെ, ഓർത്തിരിക്കുക, രണ്ടും കൂടെ വന്നാൽ എന്താണ്? ക്വസ്റ്റ്യൻ തെറ്റാണ്. അപ്പോൾ എന്താ സെക്ഷൻ 66C പറയുന്നത്? ഐഡന്റിറ്റി തെഫ്റ്റ് ചെയ്യുന്നു. അതായത് ഒരാളുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യുന്നു? അയാളുടെ ഐഡന്റിറ്റിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? മോഷണം നടത്തുന്നു. അപ്പോൾ അതൊക്കെ ഐഡന്റിറ്റി മോഷ്ടിക്കുന്നതോട് ബന്ധപ്പെട്ട എൻ്റെ ഐഡന്റിറ്റി മോഷ്ടിക്കുന്നു. എന്താണ് ശിക്ഷ? 3 വർഷം വരെ തടവും കിട്ടും, 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും കേട്ടോ. എന്താണ്? ഒന്നെങ്കിൽ 3 വർഷം വരെ തടവും, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യും? പിഴയും കിട്ടാം. അങ്ങനെയുള്ള ഒരു ശിക്ഷയാണെന്ത്? വകുപ്പാണെന്ത്? സെക്ഷൻ 66. ഓർത്തിരിക്കുക, ഐഡന്റിറ്റി മോഷണം. ഇനി അതിന്റെ കൂടെ ചേർത്ത് തന്നെ പറയാം എന്ത്? 66D. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരേ കണക്കുള്ള കുറച്ച് വകുപ്പുകളുണ്ടെന്ന്, അത് പെടുന്ന ഒരു വകുപ്പാണെന്ത്? സെക്ഷൻ 66D. എന്താ ഡി പറയുന്നത്? കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷ അല്ലയോ? കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? നോക്കട്ടെ, ആൾമാറാട്ടം നടത്തുന്നില്ലയോ? ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ ചെയ്യുന്നു. അത് തന്നെ അല്ലേ ATM കാർഡ് ഉപയോഗിച്ച് മോഷ്ടിക്കുക. അപ്പോൾ ഇത് രണ്ടും ഒരേ വകുപ്പ്, ഏകദേശം ഒരേ സെൻസിൽ ഉപയോഗിക്കുന്ന വകുപ്പുകളാണെന്ത്? ഇവിടെ ആൾമാറാട്ടം എന്നൊരു കാര്യം ഉപയോഗിച്ചതേ ഉള്ളൂ. ഇവിടെ എന്തുവാ? ഐഡന്റിറ്റി മോഷ്ടിക്കുന്നു. ആൾമാറാട്ടം തന്നെയാണ് രണ്ടും. ഇവിടെ ആൾമാറാട്ടം നടത്തി മോഷണം നടത്തുന്നു, അവിടെ എന്തുവാ? ഐഡന്റിറ്റി മാറ്റുന്നു, അതായത് പാസ്വേഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ആൾമാറാട്ടം ഇതിൻ്റെ കീഴിലൊക്കെ എന്ത് വരും? നമ്മുടെ ഈ പറഞ്ഞ ബാങ്കിൽ അല്ലേ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ കയറി എന്ത് ചെയ്യുക? പൈസ എടുക്കുക, നമ്മുടെ പാസ്വേഡ് ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടിലൂടെ പൈസകൾ എടുക്കുക. ഇതൊക്കെ എവിടെ വരും? ഈ സെക്ഷൻ 66D വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ATM കാർഡായാലും പാസ്വേഡ് ഉപയോഗിച്ചാലും ഈ 2 വകുപ്പുകളും വരും. ചോദ്യം ചോദിക്കുമ്പോൾ ഈ 2 വകുപ്പുകളും ഒരിക്കലും ഓപ്ഷനിൽ കാണത്തില്ല. ഓർത്തിരിക്കുക. ഇനി എന്താണ് ഈ സെക്ഷൻ 66D ശിക്ഷ? 3 വർഷം വരെ തടവും, 1 ലക്ഷം രൂപ പിഴ. കണ്ടോ, രണ്ടിൻ്റെ ശിക്ഷയൊന്നുമില്ല ഇവിടെ. രണ്ടിൻ്റെ ശിക്ഷയൊന്നും എന്തുവാ? 3 വർഷം വരെ തടവും, 1 ലക്ഷം രൂപ. അതായത് ഈ 66C D ഏകദേശം ഒരേ കണക്ക് പറയുന്ന വകുപ്പുകളാണ്. ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഡിഫറൻസുകളുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ശിക്ഷകളും 3 വർഷവും 1 വർഷം തടവുമാണ്. കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ ATM കാർഡ് പാസ്വേഡ് പറഞ്ഞുള്ള ഉദാഹരണങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ ഏതാണ്? സെക്ഷൻ 66E എന്ന് പറയില്ലയോ? എന്താണ്? സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ. നമ്മുടെ പ്രൈവസി ലംഘിക്കുന്നതിനുള്ള ശിക്ഷ. നമ്മുടെ പ്രൈവസിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അതായത് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ചിത്രങ്ങൾ ഇല്ലയോ, നമ്മുടെ വീഡിയോകൾ, നമ്മുടെ ചിത്രങ്ങൾ, നമ്മുടെ വീഡിയോകൾ, നമ്മുടെ എന്തോ ആവട്ടെ, അതൊക്കെ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നത് എവിടെ വരും? സെക്ഷൻ 66E കീഴിൽ വരും. അതായത് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു ഇല്ലയോ? ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെയൊക്കെ വാർത്തകൾ വരാറുള്ള ഇല്ലയോ? ഒരു നടി അല്ലെങ്കിൽ നടൻ അദ്ദേഹത്തിൻ്റെ അനുമതി ഇല്ലാതെ എന്ത് ചെയ്തു? പരസ്യത്തിൽ ചിത്രം കൊടുത്തു ഇല്ലയോടെ?
അദ്ദേഹത്തിന് അനുമതി ഇല്ലാതെ പരസ്യത്തിൽ ചിത്രം കൊടുക്കൂ, അത് ഓൺലൈനിൽ പ്രചരിപ്പിച്ചു ഇല്ലയോ, ഇതൊക്കെ ഏത് സെക്ഷൻ്റെ കീഴിൽ വരും? സെക്ഷൻ 66E കീഴിൽ വരും. കാരണം അയാളുടെ അനുവാദം ഇല്ലാതെയാണ് അയാളുടെ ചിത്രം എന്ത് ചെയ്തത് ഒരു ഓൺലൈൻ മീഡിയയിൽ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഒരു ഓൺലൈനിൽ ഉപയോഗിച്ചത്. അയാൾക്ക് എന്ത് ചെയ്യാം? കേസിന് പോകാം. കാരണം എന്താ? അയാളുടെ അനുവാദമല്ല, അയാളുടെ സ്വകാര്യതയെ ലംഘിച്ചത് അവിടെ അല്ലയോ, അയാളുടെ പ്രൈവസിയെ ലംഘിക്കുകയോ ചെയ്തത്. അപ്പോൾ ആ പ്രൈവസിയെ ലംഘിക്കുന്നതൊക്കെ എവിടെ വരും? 66E വരും. അതായത് നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ എന്ത് ചെയ്യുന്നു? ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നു നമ്മുടെ അനുവാദം ഇല്ലാതെ. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങൾ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ പല ആൾക്കാർ ഇങ്ങനെ കേസിന് പോകുന്നത് കണ്ടിട്ടില്ല. എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ചിത്രം ഉപയോഗിച്ച് വീഡിയോ ചെയ്തു, അല്ലെ എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ചിത്രം അല്ലെ എൻ്റെ വീഡിയോ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതെല്ലാം എവിടെ വരുന്നതാ? സെക്ഷൻ 66E വരുന്നതാണ്. ശിക്ഷ നോക്കുക, 3 വർഷം വരെ തടവ് കിട്ടും, 2 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും, അല്ലെങ്കിൽ രണ്ടും കൂടെ കിട്ടും. എന്ത് ചെയ്യും? 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും കിട്ടും, അല്ലെങ്കിൽ എന്താ? രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടും. ഏതാ? ഈ പറയുന്ന നമ്മുടെ സ്വകാര്യത ലംഘിച്ചാലുള്ള പ്രശ്നം അതാ. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ സൈബർ ലോകത്തിൽ എന്ത് കാര്യങ്ങളും ചെയ്യാൻ. നമ്മൾ അറിയാതെ നമ്മൾ മറ്റൊരാളുടെ ഫോട്ടോ ഇട്ടാൽ പോലും നമ്മൾ സൈബർ ക്രൈം നമ്മുടെ IT ആക്ട് സെക്ഷൻ 66E വഴി നമ്മളെന്താ തെറ്റാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇഷ്ടമുള്ള ഒരു നടൻ അല്ലെങ്കിൽ നടിയുടെ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു? നമ്മളായിട്ട് ഇടുന്നു. അതുപോലും എന്താണ്? 66E പ്രകാരം തെറ്റാണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ ശിക്ഷകളും ഓർത്തിരിക്കണം കേട്ടോ. ഓരോ വകുപ്പ് ഏതാണ് അതിൻ്റെ ശിക്ഷകളും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ചില വകുപ്പുകളുടെ എല്ലാം ശിക്ഷകൾ സെയിമാണ്, അതങ്ങ് ഓർത്ത് വെച്ചാൽ മതി ഇല്ലേ. ഏതൊക്കെ ഒരേ കണക്ക് ശിക്ഷകൾ വരുന്ന വകുപ്പുകൾ ഏതാ അതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തയാണെന്ത്? സെക്ഷൻ 66F. വളരെ പ്രധാനപ്പെട്ട വകുപ്പാണെന്ത്? 66F. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 66F. എന്താണ് ഇത് പറയുന്നത്? സൈബർ ഭീകരത, സൈബർ ടെററിസത്തെ കുറിച്ച് പറയുന്നു. സൈബർ ടെററിസം എന്താണ് മക്കളെ? സൈബർ ടെററിസം എന്താണ്? കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സൈബർ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള മീഡിയകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ടെററിസം, ഭീകരത നടത്തുന്നു ഇല്ലയോ. ഭീകരതയ്ക്ക് ഒരു ഉപകരണമായിട്ട് എന്തിനു ഉപയോഗിക്കുന്നു? കമ്പ്യൂട്ടറിനെയും മറ്റു കാര്യങ്ങളെ ഉപയോഗിക്കുന്നു ഇല്ലയോ. പല കാര്യങ്ങൾക്ക് ഇന്ന് പല ഭീകരവാദങ്ങളും നടക്കുന്ന എന്തുവാ? സൈബർ ഇടങ്ങളിലൂടെയാണ് ഇല്ലയോ. അതൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപകരണമായിട്ട് ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് ഏതിൻ്റെ കീഴിൽ വരും? 66Fൻ്റെ കീഴിൽ വരും. ശിക്ഷ ഏറ്റവും കൂടിയ ശിക്ഷ കേട്ടോ. സൈബർ ആക്ടുകളിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് എന്തിനു കൊടുക്കുന്നത്? സൈബർ ക്രൈം. എന്തുവാ? ജീവപര്യന്തം തടവാ കൊടുക്കുന്നത് കേട്ടോ. ജീവപര്യന്തം, ലൈഫ് സെന്റൻസ് ആണ്, ജീവപര്യന്തമാണ്. ഓക്കെ, ഇതാണ് ജീവപര്യന്തം, ഓർത്തിരിക്കുക. ഓക്കെ, ജീവിതം എന്ന് വെച്ചാൽ ജീവപര്യന്തം എന്ന് വെച്ചാൽ അറിയാലോ, ഏകദേശം മിനിമം 12 കൊല്ലമാണ് ജീവിതകൊല്ലം. ജീവപര്യന്തം എന്ന് വെച്ചാൽ 12 വർഷമാണ് മിനിമം. അത് എത്ര വേണമെങ്കിലും കൂടാം കേട്ടോ, അങ്ങോട്ട് കൂടി പോകാം. 12 വർഷമാണ് മിനിമം, പിന്നെ കുറയാറുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓർത്തിരിക്കുക, ഈ പറയുന്ന ഒരു സൈബർ കുറ്റകൃത്യത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എവിടെയാണ്? സൈബർ ടെററിസത്തിനാണ് കിട്ടുന്നത്. അതിൻ്റെ സെക്ഷൻ ഏതാണ്? 66F ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഒരു സൈബർ ക്രൈമിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ജീവപര്യന്തമാണ്. അത് ഏതാണ്? സൈബർ ടെററിസത്തിന് വേണ്ടിയുള്ള ശിക്ഷയാണ്, ഓർത്തിരിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിനെതിരെ ചെയ്യുകയാണ്. രാജ്യദ്രോഹ കുറ്റമില്ലയോ, രാജ്യത്തെ നശിപ്പിക്കുക മാത്രമല്ല, ആളുകളെ കൊല്ലുക, അല്ലെങ്കിൽ ആളുകൾക്ക് ദോഷമുണ്ടാകുക, ആളുകൾക്ക് മരണം ഉണ്ടാവുക, വലിയ കുറ്റമില്ലയോ അതൊന്നും. അപ്പോൾ അതിന് ഇത്രയും വലിയ ശിക്ഷയെങ്കിലും കൊടുത്തില്ലെങ്കിൽ എന്താണ്? അതൊരു പോരായ്മ തന്നെയാണ്. സോ ഓർത്തിരിക്കുക ഈ പറയുന്ന എന്ത്? സൈബർ. അപ്പം ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ്. ഞാൻ നേരത്തെ ഒരു സെക്ഷൻ്റെ പേര് പറഞ്ഞായിരുന്നു, എന്തുവാ? 66. ഏതാ? ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് 66F കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 66F. ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. പോട്ടെ, ലാസ്റ്റ് ഞാൻ പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന സെക്ഷനിൽ അല്ലേ, മിക്കവാറും ആവർത്തിച്ച് ചോദിക്കുന്ന സെക്ഷനിൽ ഏതാണെന്ന് ലാസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ പോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത എന്തോടെ? സെക്ഷൻ 67 ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോണിക് രൂപത്തിൽ അശ്ലീല വസ്തുക്കൾ പ്രസിദ്ധീകരിക്കുന്നതിന് അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യുന്നതിനോ ഉള്ള ശിക്ഷ. അതായത് അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ സെക്ഷലി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലേ, സെക്ഷലി അല്ലെങ്കിൽ സെക്ഷലായിട്ടുള്ള കണ്ടന്റുകളുള്ള ഇല്ലയോ വീഡിയോകളോ ചിത്രങ്ങളോ ഒക്കെ പ്രചരിപ്പിക്കുന്നതിനെ വിളിക്കുന്ന ആ ഒരു വകുപ്പാണെന്ത്? 67. ഓക്കെ, ഓർത്തിരിക്കുക. സെക്ഷലി ഉള്ള കണ്ടന്റുകളുള്ള സെക്ഷൽ കണ്ടന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ചെയ്യുക, പിക്ചറുകൾ ഇല്ലേ, ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുക, ഇതെല്ലാം ബന്ധപ്പെട്ട സെക്ഷനാണ് എന്ത്? 67 കേട്ടോ, ഓർത്തിരിക്കുക. ഇനി ആദ്യമായിട്ടാണ് നമ്മൾ കുറ്റം ചെയ്യുന്നതെങ്കിൽ 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. അതായത് ആദ്യമായിട്ടാണ് നമ്മൾ ആ കുറ്റം ചെയ്യുന്നതെങ്കിൽ 3 വർഷം വരെ തടവും കിട്ടും, 5 ലക്ഷം. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. മിക്കവാറും ചോദിക്കുന്നത് ഇങ്ങനെയാണ്, രണ്ടാമത്തെ കുറ്റം അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റം ചെയ്യുവാണെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ. ഇതാ ചോദിക്കുന്നത് കേട്ടോ. കൂടുതലും ചോദിക്കുന്ന മിക്കവാറും ചോദിക്കുന്ന ചോദ്യം ഇതാ, എന്തുവാ? ഒരാൾ ഇല്ലേ അശ്ലീലമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തുടർച്ചയായി ആ കുറ്റം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കൊടുക്കാവുന്ന ശിക്ഷ ഏതാ? 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കേട്ടോ, ചോദിക്കും. ഇനി അല്ല ഡയറക്റ്റായി ചോദിക്കുക, സെക്ഷൻ 67ൻ്റെ ശിക്ഷ എന്താണ് ഡയറക്റ്റ് ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഓരോ ഓപ്ഷനേ കാണത്തുള്ളൂ കേട്ടോ. നോക്കുക, നിങ്ങൾ ഓപ്ഷൻ നോക്കി എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക.
അപ്പോൾ ആദ്യം ചെയ്യുന്ന ശിക്ഷയ്ക്ക് 3 വർഷവും 5 ലക്ഷം രൂപയും, രണ്ടാമത് പിന്നെ തുടർന്ന് അത് ചെയ്യുവാണെങ്കിൽ 5 വർഷവും 10 ലക്ഷം രൂപയായിരിക്കും എന്ത് ശിക്ഷ എന്ന് പറഞ്ഞല്ലേ. എന്താ ഇതിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത്? 67 ആണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഇല്ലയോ? അശ്ലീലമായിട്ടുള്ള സെക്ഷൽ കണ്ടന്റുകൾ എന്ത് ചെയ്യുന്നു? ചിത്രങ്ങളായോ വീഡിയോകളായിട്ടോ എന്ത് ചെയ്യുന്നു? പ്രചരിപ്പിക്കുന്നു. ഇല്ലേ? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള വീഡിയോകൾ വരുന്നുണ്ട്. ഇല്ലേ? അതെല്ലാം സൈബർ ക്രൈമുകളാണ്. ആരും നടപടി എടുക്കുന്നില്ല, ആരും പരാതിപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം അതിങ്ങനെ ഓടിപ്പോകുന്നേ ഉള്ളൂ കേട്ടോ, ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വകുപ്പാട്ടോ 67. പക്ഷേ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് വരുന്നത് 67A. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. 67A എന്താണ്? 67ന്റെ ഉപവകുപ്പുകളാണ് 67Aയും 67B ഉണ്ട്. ഇനി അത് രണ്ടും പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 67Aയും 67Bയും. എന്താണിത്? ലൈംഗികത പ്രകടമാക്കുന്ന പ്രവൃത്തികൾ മുതലായവ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനോ പ്രക്ഷേപണം ചെയ്യുന്നതിനോ ഉള്ള ശിക്ഷ. അപ്പോൾ നമ്മൾ വിചാരിക്കും നേരത്തെ പറഞ്ഞ അതേ സാധനം ഇല്ലയോ? ആണ്. എന്താ? 67ന്റെ ഉപവകുപ്പുകളാണ്. സോ അതിൽ പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? 67 എന്താണോ കോമൺ ആയിട്ട് പറയുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. മറ്റെന്തുവാ? എന്തെങ്കിലും സെക്ഷൽ ആയിട്ടുള്ള ഫോട്ടോയോ വീഡിയോ ഇടുന്നുണ്ടോ? പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്തുവാ? പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യം കേട്ടോ. പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് വ്യക്തമായിട്ട് പറഞ്ഞത്. അതാണ് 67ഉം 67Aയും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് പോർണോഗ്രഫി? ഇല്ലയോ? നമ്മുടെ പോൺ വീഡിയോസ് ഇല്ലയോ? പോൺ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ക്രൈമാണെന്ത്? സെക്ഷൻ 67A അന്നേരം. പോർണോഗ്രഫി എന്ന് വെച്ചാൽ ലൈംഗികത അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള കണ്ടന്റുകളിൽ ആ കണ്ടന്റ് എന്തായിരിക്കും? വളരെ വൃത്തികെട്ട കണ്ടന്റുകളൊക്കെയാണ് നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ പോൺ വീഡിയോ കണക്കുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പാണെന്ത്? 67A. പർട്ടിക്കുലറി പറയുന്നത് പോർണോഗ്രഫിയുമായിട്ട് അല്ലെ പോർണോഗ്രഫിക്കുള്ള ശിക്ഷ എന്ന് എടുത്തു പറയുന്നുണ്ട്. അതാണെന്ത്? 67A. മറ്റേ 67 എന്തുവാ? ജസ്റ്റ് എന്താണ് ഈ പറയുന്ന സെക്ഷൽ ആയിട്ടുള്ള ഇമേജുകൾ ഇടുന്നു അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ കറക്റ്റായിട്ട് പോർണോഗ്രഫിയാണ്. അപ്പം പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ 67A ആണ്. ഓക്കെ. ഇനി എന്തോ ശിക്ഷ? ആദ്യ കുറ്റത്തിന് 5 വർഷവും 10 ലക്ഷം രൂപയും. ഓക്കെ. ആദ്യ കുറ്റത്തിന് അപ്പോൾ കുറ്റം കൂടിയുണ്ടോ? പോർണോഗ്രഫി ആയപ്പോൾ കുറച്ചും കൂടെ വലിയ ക്രൈം ഇല്ലൂടെ? മറ്റേ ഒരു സെക്ഷൽ ഫോട്ടോ ഇടുന്നതൊക്കെയല്ലോ പോർണോഗ്രഫി വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ക്രൈം എന്ത് ചെയ്തു? വലുതായി. അപ്പോൾ ശിക്ഷയും കൂടി. എന്തുവാ? ആദ്യ കുറ്റത്തിന് 5 വർഷവും 10 ലക്ഷം രൂപയും. വീണ്ടും തുടർച്ചയായിട്ട് ആവർത്തിച്ച് ചെയ്താലോ 7 വർഷവും. അവിടെ 7 വർഷവും 10 ലക്ഷം രൂപയും. ഓർത്തിരിക്കുക, ഫസ്റ്റ് ക്രൈമിന് എന്താണ്? ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 5 വർഷവും 10 ലക്ഷം രൂപയും, രണ്ടാമത് പിന്നെ ആവർത്തി ചെയ്യുകയാണെങ്കിൽ 7 വർഷവും 10 ലക്ഷം രൂപയ്ക്ക് വ്യത്യാസമില്ല. രണ്ടും 10 ലക്ഷം രൂപ തന്നെയാണ്. പക്ഷേ വർഷം മാറിയില്ലേ? 5 വർഷം എന്തായിട്ട് മാറി? 7 വർഷമായിട്ട് മാറി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന സെക്ഷനാണ് 67A. ഓക്കെ. ഇനി അടുത്ത പറയുന്നത് ഇതിലും ഇമ്പോർട്ടൻ്റ് ആട്ടോ. അടുത്ത പറയുന്ന സെക്ഷൻ ഏതാ? 67B. എന്താണ്? ഓക്കെ. ലൈംഗികത പ്രകടമാക്കുന്ന പ്രവൃത്തികൾ മുതലായവ ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ ചിത്രീകരിക്കുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനോ പ്രക്ഷേപണം ചെയ്യുന്നുള്ള ശിക്ഷ. അത് അവിടെ മെയിൻ പോയിന്റ് എന്തുവാ? കുട്ടികളെ ചിത്രീകരിക്കുന്നു. അപ്പോൾ എന്ത് പറയുന്നത്? കുട്ടികളുമായി ബന്ധപ്പെട്ട, അതായത് ചൈൽഡ് പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ് എന്തെന്ന് പറയുന്നത്? 67B എന്ന് പറയുന്നത്. 67A പോർണോഗ്രഫി പറഞ്ഞാണെങ്കിൽ 67B എന്ന് പറയുന്നത് ചൈൽഡ് പോർണോഗ്രഫി എന്ന് വെച്ചാൽ കുട്ടികളുമായി ബന്ധപ്പെട്ട കുട്ടികളുമായി ബന്ധപ്പെട്ട ലൈംഗികമായിട്ടുള്ള വീഡിയോകൾ എന്ത് ചെയ്യുന്നു? അപ്ലോഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട സെക്ഷൽ കണ്ടന്റുകൾ എന്ത് ചെയ്യുന്നു? അപ്ലോഡ് ചെയ്യുന്നു. കുട്ടികളെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കണ്ടന്റ് ഉപദ്രവിക്കുന്ന വെച്ചാൽ ലൈംഗികമായി ഉപദ്രവിക്കുന്ന കണ്ടന്റുകൾ എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണെന്ത്? 67B. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം, മിക്കവാറും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഈ ചൈൽഡ് പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാ? 67B. കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന വീഡിയോകൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ശിക്ഷ എന്തുവാ? ശിക്ഷ മറ്റേ എന്തുവാ? ആദ്യ കുറ്റത്തിന് 5 വർഷവും 10 ലക്ഷം രൂപയും. രണ്ടാമത്തെ ശിക്ഷയ്ക്കോ 7 വർഷവും പിന്നെന്തുവാ? 10 ലക്ഷം രൂപയും. സെയിം ശിക്ഷയാണ്. എന്താ? 67Aയുടെ ശിക്ഷ എന്താണോ അത് തന്നെയാണ് 67Bയുടെ ശിക്ഷ. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. എന്താ? രണ്ടിൻ്റെ ശിക്ഷകൾ എന്തായിരിക്കും? ഏകദേശം സിമിലർ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. പഠിക്കാൻ നമുക്ക് എന്താ? വളരെ ഈസിയാണ്. ഓർത്തിരിക്കുക. ഓക്കെ. അപ്പം അറിയേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. 67 ഉണ്ട്, 7A ഉണ്ട്, 67B ഉണ്ട്. ഇല്ലയോ? 67 എന്ന് വെച്ചാൽ മൊത്തത്തിൽ കോമൺ ആയിട്ട് പറയുന്നു. 67A എന്ന് വെച്ചാൽ പോർണോഗ്രഫിയെ കുറിച്ച് പറയുന്നു. 67B എന്ന് വെച്ചാൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ഇത്തരം ലൈംഗികമായിട്ടുള്ള ചിത്രങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പറയുന്നു. ഇതാണെന്ത്? 67B. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും ഇത് പഠിച്ചുകൊണ്ട് പോകണം. അടുത്ത 72, സെക്ഷൻ 72 എന്താ പറയുന്നത്? രഹസ്യ സ്വഭാവവും സ്വകാര്യതയും ലംഘിക്കുന്നതിനുള്ള ശിക്ഷ. നേരത്തെ നമ്മൾ ഇതേ കണക്കൊരു വകുപ്പ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏതാ? 43A എന്ന് പറയുന്ന വകുപ്പ് ഓർമ്മയുണ്ടോ? 43A എന്തോടെ പറഞ്ഞത്? നമ്മുടെ അല്ലയോ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുന്നതിന്?
ഡിസ്ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? 43. സെയിം സാധനം തന്നെ 72. അപ്പോൾ എന്തുവാണ് വ്യത്യാസം? ഇവിടെ ഒരു വ്യത്യാസമുള്ള എന്തുവാ? ഇവിടെ സ്വകാര്യത ലംഘിക്കുന്ന ആരാവും? ഇവിടെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിരിക്കും. ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ കാര്യമോ അല്ലെങ്കിൽ സൈബർ റെഗുലേറ്റേഴ്സും ആയിരിക്കും. സൈബർ റെഗുലേറ്റേഴ്സ്, അതായത് കുറച്ചും കൂടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് 72. മറ്റേതെന്തുവാ? കോർപ്പറേറ്റ് കമ്പനികളെ കുറിച്ചാണ് പറഞ്ഞില്ലയോ? ഏത് കമ്പനി? നമ്മുടെ ഡേറ്റ ഉപയോഗിക്കുന്ന, ഡേറ്റ സൂക്ഷിച്ച് വെക്കുന്ന ഏത് കമ്പനികളെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്? ഇവിടെ അതല്ല, നമ്മുടെ ഡേറ്റ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഗവൺമെന്റ് ഓഫീസർമാർ അല്ലെങ്കിൽ സൈബർ റെഗുലേറ്റേഴ്സ്, അതായത് സൈബർ ഇടത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതെവിടെ വരും? 72. ഒരു എക്സാമ്പിൾ പറയാണേ. ഉദാഹരണത്തിന് നമ്മുടെ ആധാർ കാർഡ് ഇല്ലയോ? ആധാർ കാർഡ് ഉണ്ടല്ലോ, നമ്മുടെ ആധാറിലെ വിവരങ്ങളൊക്കെ എവിടെയാണ്? നമ്മുടെ ആധാർ കാർഡ് അതോറിറ്റിയിലാണ് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് ഇല്ലയോ? ആധാർ കാർഡിന്റെ അതോറിറ്റിയിലാണ് നമ്മുടെ ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം വരുന്നത്. അപ്പോൾ അതിലെ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അവരുടെ അനാസ്ഥ മൂലം എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് നമ്മുടെ വിവരങ്ങൾ ചോർന്നു പോകുന്നു. ഹൈലി ഗവൺമെന്റ് ആണല്ലോ, ഹൈലി ഒഫീഷ്യൽ ആണല്ലോ. നമ്മുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ എവിടെ ഇരിക്കുന്നു? ഗവൺമെന്റിന്റെ ഇരിക്കുന്നു. അതിലൊരു ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ മൂലം എന്ത് ചെയ്യുന്നു? ആ വിവരങ്ങൾ പുറത്താവുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ ഏത് വകുപ്പ് വരും? 72 വരും. കണ്ടോ? ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ കോമ്പൻസേഷൻ മാത്രം കൊടുത്താൽ മതിയോ? ഒരു ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ ഇല്ലയോ? ഉദ്യോഗസ്ഥന്റെ പ്രശ്നം ഇല്ലയോ? അപ്പോൾ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ശിക്ഷയുണ്ട്. എന്ത് ശിക്ഷ? 2 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും, അല്ലെ 2 കൂടെ കിട്ടാം. കേട്ടോ, അവിടെ ശിക്ഷയുണ്ട്. 72-ന് ശിക്ഷയുണ്ട്. 43A-ക്ക് എന്താ ശിക്ഷയില്ല? എന്താണ്? നഷ്ടപരിഹാരം മാത്രമേ ഉള്ളൂ ഇല്ലയോ? ഓർത്ത് വെച്ചേക്കണം. ഇതാ തമ്മിലുള്ള വ്യത്യാസം. 2 ഒരേ കണക്കിരിക്കും, പക്ഷെ വ്യത്യാസം എന്തുവാ? 43A എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കമ്പനി, അതായത് ഗവൺമെന്റ് കമ്പനികളെ കുറിച്ചല്ല, ഗവൺമെന്റ് ഓഫീസുകളെ കുറിച്ചല്ല പറയുന്നത്. 72 എന്തിനെ കുറിച്ച് പറയുന്നു? ഗവൺമെന്റ് ഓഫീസുകളെ കുറിച്ച് വന്നു. രണ്ടും എന്തുവാ? നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ വിവരങ്ങൾ, നമ്മുടെ ഡീറ്റെയിൽസ് പുറത്താവുമ്പോൾ ഉണ്ടാവുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷകളാണ് രണ്ടും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, ഈ 2 വകുപ്പ് തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ക്ലിയർ ആയിട്ട് ഞാൻ ലാസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം കേട്ടോ. ആ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ആ 2 വകുപ്പുള്ള ഒരു കൺഫ്യൂഷൻ തീർത്തരാം. ഇതുകൊണ്ട് പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ടല്ലോ 43 65 ഉണ്ടല്ലോ, ഇത് രണ്ടും ആ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വകുപ്പുകൾ ലാസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ശിക്ഷ എന്തുവാ? ഗവൺമെന്റ് ഓഫീസർമാരോ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന ആൾക്കാരോ ആണ് ഇവിടെ തെറ്റിയതെങ്കിൽ 2 വർഷം വരെ ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും ഒരുമിച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റ് സെക്ഷൻ, നമ്മുടെ അവസാന സെക്ഷൻ എന്തുവാണ്? സെക്ഷൻ 77B. ഇവിടെ പറയുന്നത് ഒരു കുറ്റത്തെ കുറിച്ചും അല്ല. 77B എന്ന് പറയുന്നത് ഒരു കുറ്റത്തെ, ഒരു സൈബർ ക്രൈമിനെ കുറിച്ചും അല്ല പറയുന്നത്. എന്താണ് പറയുന്നത്? 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് ജാമ്യം ലഭിക്കും. അതായത് ബെയിലബിൾ ഒഫൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ബെയിലബിൾ ആവട്ടുള്ള, അതായത് സൈബർ ക്രൈമുകൾ ഏതൊക്കെയാണ് ബെയിലബിൾ എന്നാണ് ഈ വകുപ്പിൽ പറയുന്നത്. അതായത് 3 വർഷം വരെ തടവ് കിട്ടാവുന്ന ഏത് കുറ്റമാണെങ്കിലും അവിടെ നമുക്ക് എന്ത് കിട്ടും? ബെയിൽ കിട്ടും. കേട്ടോടെ, 3 വർഷം വരെ തടവ് കിട്ടാവുന്ന ഏത് കുറ്റത്തിന് നമുക്ക് എന്ത് കിട്ടും? ബെയിൽ കിട്ടും. എന്നാൽ 3 വർഷത്തിന് മുകളിലോട്ടാണെങ്കിൽ, 3 വർഷത്തേക്കാൾ കൂടുതലാണ് ശിക്ഷയെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടത്തില്ല? ബെയിൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് സൈബർ ടെററിസത്തിന് ബെയിൽ കിട്ടുമോടെ? ഇല്ല. ചൈൽഡ് പോർണോഗ്രഫിക്ക് ബെയിൽ കിട്ടുമോ? അതായത് 67A-ക്ക് കിട്ടുമോ? ബിക്ക് കിട്ടുമോ? ഇല്ല. ഇതെല്ലാം 5 വർഷത്തിന് മുകളിലല്ലേ ശിക്ഷ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടത്തില്ല? ബെയിൽ കിട്ടത്തില്ല. കിട്ടുമോ? ഇല്ല. അപ്പോൾ ഏതൊക്കെ ശിക്ഷയ്ക്ക് ബെയിൽ കിട്ടും, ഏതൊക്കെ ശിക്ഷയ്ക്ക് ജാമ്യം കിട്ടത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 77B പറയുന്നത്. അപ്പോൾ 3 വർഷത്തിൽ മുകളിലോട്ടുള്ള ഒരു കുറ്റത്തിനും, 3 വർഷത്തിന് മുകളിൽ ശിക്ഷയുള്ള ഒരു കുറ്റത്തിനും നമുക്ക് എന്ത് കിട്ടത്തില്ല? സൈബർ ക്രൈമിനനുസരിച്ച് ബെയിൽ കിട്ടത്തില്ല. എന്നാൽ 3 വർഷത്തിൽ താഴെ ശിക്ഷയുള്ള ഏത് കുറ്റത്തിനും നമുക്ക് എന്ത് കിട്ടും? ബെയിൽ കിട്ടും. ഓർത്തിരിക്കുക. അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 77B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ സെക്ഷനുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. വളരെ വ്യക്തമായിട്ടാണ് ഓരോ സെക്ഷനുകളും അതിൻ്റെ ശിക്ഷകളും നമ്മൾ എന്താണ് പറഞ്ഞത്. നിങ്ങൾക്ക് ക്ലാസ് വ്യക്തമായെന്ന് മനസ്സിലാകുന്നു. ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ പറയാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്താണ്? ഒന്ന്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്? എന്താണ്? 66, 67, 67A, 67B, ഓക്കെ, 43, 65, 66F, 66C. ഈ പറയുന്ന ഇത്രയും വകുപ്പുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ കുറേ വകുപ്പുകൾ പറഞ്ഞെങ്കിലും ഈ പറഞ്ഞ 66, 67 ഇല്ലെങ്കിലും കുഴപ്പമില്ല. 66, 67A, 67B, 43, 65, 66F, 66C, ഈ പറയുന്ന ഇത്രയും വകുപ്പുകൾ എന്തുവാ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നാണ് ചോദ്യങ്ങൾ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നത്. ആ വകുപ്പുകൾ എന്ത് ചെയ്യുക? പഠിച്ചുകൊണ്ട് പോവുക. എല്ലാം പഠിക്കണം. എല്ലാം പഠിച്ചാൽ 2 മാർക്ക് ഷുവർ. എന്നാലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ഈ ഒരു ഭാഗമായിരിക്കണം. ഇവിടുന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ആവർത്തിച്ച് തന്നെ ചോദിക്കും. ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം, ഒരു കാര്യം കൂടെ ഒന്ന് പറയാം. എന്താണ് പറയാമെന്ന് പറഞ്ഞത്? കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 പറഞ്ഞില്ലേ? ഏതൊക്കെയാ? 43A-യും 72. എന്താണ്? രണ്ടും പറയുന്നത് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ
പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെ നമ്മുടെ ഡീറ്റെയിൽസ് അല്ലേ നമ്മുടെ പ്രൈവസി ലംഘിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇതാ. അതായത് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ സ്വന്തമായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു പരസ്യപ്പെടുന്നു. നമ്മുടെ അനുവാദമില്ലാതെ നമുക്ക് എന്ത് ചെയ്യുന്നു പരസ്യപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട എന്ത് വ്യത്യാസം? ഇതൊരു കോർപ്പറേറ്റ് കമ്പനി ആയിരിക്കും. ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇത് ഗവൺമെന്റ് ആയിരിക്കും. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിരിക്കും. ഇതാ വ്യത്യാസം. രണ്ടും ഒരേ വകുപ്പ് തന്നെ. ഇതെന്തായിരിക്കും? പ്യൂർലി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തെറ്റുകൾക്കാണ് 72 വരുന്നത്. മറ്റേത് ഏതൊരു കോർപ്പറേറ്റ് കമ്പനിയും പുറത്താക്കുക. ഏതൊരു കോർപ്പറേറ്റ് കമ്പനിയോ നമ്മുടെ വിവരങ്ങൾ എന്ത് ചെയ്യുക പുറത്താക്കുക. അതുമായി ബന്ധപ്പെട്ടാണ് എന്ത് 43. അപ്പോൾ രണ്ടും ഒരേ കണക്ക് വരും. ഇനി ഒരു കാര്യം എന്തുവാ 43യും 65ഉം അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. രണ്ടും എന്തുകൊണ്ട് ബന്ധപ്പെട്ടതാ? രണ്ടും കമ്പ്യൂട്ടറിലെ ഉപകരണങ്ങളിലെ കമ്പ്യൂട്ടറിന് ദോഷം വരുന്നത് കമ്പ്യൂട്ടറിലെ ഫയലുകൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട. ഇവിടെ എന്തുവാ കമ്പ്യൂട്ടറിന്റെ ഡോക്യുമെന്റിൽ നാശം ഉണ്ടാക്കുക. കമ്പ്യൂട്ടറിന്റെ ഡോക്യുമെന്റ് കമ്പ്യൂട്ടറിനകത്തുള്ള ഡോക്യുമെന്റിൽ. ഇവിടെയോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് മാറ്റം വരുത്തുന്നു കേട്ടോ. കമ്പ്യൂട്ടർ ഇവിടെയാണെങ്കിൽ കമ്പ്യൂട്ടർ ഡോക്യുമെന്റോ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾക്കോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നശിപ്പിക്കുന്നു. ഇതെന്തുവാ കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാം തന്നെ മാറ്റം വരുത്തി കമ്പ്യൂട്ടറിന്റെ സിസ്റ്റം തന്നെ കുളവാക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് എന്തെന്ന് പറയുന്നത് 65 എന്ന് പറയുന്നത്. ആ വ്യത്യാസം ഓർക്കണം. അപ്പോൾ ഇത് രണ്ടും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രണ്ട് വകുപ്പുകളാണ്. ആ വകുപ്പുകൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ എന്താണ് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ ക്ലാസ് വ്യക്തിയായിട്ട് കണ്ടുപോവുക. ഈ ക്ലാസ് ഫുള്ള് കാണുക. ഈ ക്ലാസ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഫയർമാൻ്റെ എക്സാമിൻ്റെ ആ ഒരു IT ആയിട്ട് ഇല്ലേ 2000 ബന്ധപ്പെട്ട് ചോദിക്കുന്ന 2 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് പോവുക. ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓക്കെ. അപ്പോൾ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റ് ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നല്ലപോലെ കുറച്ചും കൂടെ അല്ലെങ്കിൽ ഒരു ജോലിയാണ് സ്വപ്നമെങ്കിൽ ജോലിയിലേക്ക് നമുക്ക് കയറണം അല്ലെങ്കിൽ ജോലി നമുക്ക് കിട്ടണം എങ്കിൽ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. ചലഞ്ചർ ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കോഴ്സുകളിൽ എന്ത് ചെയ്യുക ഭാഗമാകുക. കോഴ്സുകളിൽ ഭാഗമാകുമ്പോൾ ഇതേ കണക്കുള്ള ഇൻഫോർമേറ്റീവ് ഉള്ള ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നല്ലൊരു ജോലിയാണ് സ്വപ്നമെങ്കിൽ ഞങ്ങളുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളോടൊപ്പം നിൽക്കുക. നിങ്ങൾക്ക് ജോലി നേടിത്തരാൻ ഞങ്ങൾ പരമാവധി ഏതറ്റം വരെയും പോകുന്നതായിരിക്കും. അപ്പം ക്ലാസ് എല്ലാവർക്കും വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെ മറ്റൊരു നല്ല ക്ലാസ്സുമായിട്ട് ഫയർമാൻ്റെ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ. എല്ലാവർക്കും നന്ദി.